അഹമ്മദ് കബീർ ഡയറക്റ്റ് ചെയ്ത് ബഹുൽ രമേശ് എഴുതിയ ഒരു സീരീസാണ് കേരള ക്രൈം ഫയൽ സീസൺ 2. അഹമ്മദ് കബീർ ഇതിനു മുമ്പ് ചെയ്ത 2 മൂവീസാണ് മധുരം, ജൂൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബഹുൽ രമേശ് എഴുതിയ ഒരു മൂവിയാണ് ഈ ഒരു കിഷ്കിന്ധകാന്തം എന്ന് പറയുന്നത്. ഒരു വലിയ ഔട്ട്പുട്ട് കിട്ടിയ ഒരു മലയാളം മൂവിയാണ്. ആസിഫ് അലി അതുപോലെ വിജയരാഘവൻ ചെയ്ത. ഈ 2 കോംബോ ഒന്നിക്കുന്നെന്ന് പറയുമ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു ഹൈപ്പ് വന്നിട്ടുണ്ട്. ഒരു ഹൈപ്പിന് ഒത്ത രീതിയിലുള്ള ഒരു സീരീസാണ് കേരള ക്രൈം ഫയൽ സീസൺ 2 എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെയാണ്. കാരണം ആദ്യം കാണിക്കുന്ന സംഭവങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ പുറകെ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ വളരെ സബ്റ്റലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷൻസ് വർക്കൗട്ട് ആവുന്ന രീതിയിലുള്ള മേക്കിങ്ങും അതുപോലെ തന്നെ റൈറ്റിങ്ങുമാണ് ഈ ഒരു മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഈ ഒരു സീരീസിൻ്റെ മേജർ ഹൈലൈറ്റ്. പിന്നെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ കണിയാതുവിള സ്റ്റേഷനിൽ 28-30 ഓഫീസേഴ്സിനെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് മിസ്സിംഗ് ആണ്. ഇവിടെ ഇവർക്ക് പകരം ചാർജ് എടുക്കുന്ന ഒരു CI യും ASI യും ഒക്കെ ഇത് അന്വേഷിക്കുന്നു. CI ഓഫീസറായിട്ട് വരുന്നത് ലാലിൻ്റെ ക്യാരക്ടറാണ്. ഒരു SI ഓഫീസറിൻ്റെ ക്യാരക്ടറിലോട്ട് വരുന്നത് നോബിൾ എന്ന് പറയുന്ന ആ ഒരു അർജുൻ ചെയ്ത ക്യാരക്ടറാണ്. ഇവർ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും തെളിയിക്കുന്നത്, ആ ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് സീരീസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഡെവലപ്മെൻറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു സീരീസിൻ്റെ മേജർ ഹൈലൈറ്റ്. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഹരിശ്രീ യശോവിൻ്റെ പെർഫോമൻസ് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് നൽകിയ ഒരു കഥാപാത്രമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു അർജുൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ്, ആ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കിട്ടിയ ഒരു കഥാപാത്രമാണ്. ഇദ്ദേഹത്തിലൂടെയാണ് ആ ഒരു കേസ് പോകുന്നത്, ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ തെളിയുന്നത്. ആ ഒരു പെർഫോമൻസ് ആണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു സീരീസിൻ്റെ മേജർ ഹൈലൈറ്റ്. പിന്നെ വന്നിരിക്കുന്ന അജു വർഗീസിൻ്റെ ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം നാച്ചുറലായിട്ട് പ്ലേസ് ചെയ്ത രീതിയും ആ ഒരു പെർഫോമൻസും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയ ഒരു പെർഫോമൻസ് ആണ്. ലാലുള്ള ടൈം അത്യാവശ്യം ആ ഒരു സീനിയർ ഓഫീസറിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയ പെർഫോമൻസ് ആണ്. വളരെ വിയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സീരീസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വളരെ ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ക്രീനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഓഡിയൻസിന് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻസ് ആണ് ഈ ഒരു സ്ക്രിപ്റ്റിൽ വന്നിരിക്കുന്നത്. നല്ലൊരു മികച്ച വെബ് സീരീസ് ആയിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സീരീസ് കൂടുതലും വർക്കൗട്ട് ആയത് ഈ ഒരു ബഹുൽ രമേശിൻ്റെ റൈറ്റിങ്ങിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് പാറ്റേൺ ഉണ്ട്, അതൊക്കെ വളരെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പല കാര്യങ്ങൾ അവസാനം കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു റൈറ്റിംഗ് ആണ് ഈ ഒരു സീരീസിൻ്റെ നട്ടെല്ല്. അഹമ്മദ് കബീറിൻ്റെ ഡയറക്ഷൻ, ഷാർപ്പായിട്ടുള്ള വളരെ എൻഗേജിങ് ആയിട്ടുള്ള നറേഷനാണ് അഹമ്മദ് കബീർ ഫോളോ ചെയ്തിരിക്കുന്നത്. അത് സീരീസിൻ്റെ എൻറ്റയർ മൂഡ്, ആ ഒരു മിസ്റ്ററി, ആ ഒരു സസ്പെൻസ് എല്ലാം തന്നെ അത്യാവശ്യം എലവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു മേക്കിംഗ് ആണ്. അതിൻ്റെ കൂടെ നല്ല പെർഫോമൻസസും നല്ല സ്ക്രീൻ പ്ലേയും നല്ല റൈറ്റിങ്ങും വരുമ്പോഴാണ് സീരീസ് കംപ്ലീറ്റ്ലി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുപോലെ ഈ സീരീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം അത്യാവശ്യം ക്രിട്ടിക്കൽ ആയിട്ടുള്ള സീക്വൻസസിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എൻറ്റയർ ആ ഒരു സീരീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് ഈ ഒരു സീരീസിൻ്റെ ഹൈലൈറ്റ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇതിപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.